ഒന്നും ജനിക്കേണ്ട ആളല്ലല്ലോ ഏട്ടാ. നീ ജനിക്കേണ്ട ആളെയല്ല. താഴത്തെ വെക്കടി ചെസ് കളിക്കാൻ വന്നിട്ട് കടന്ന് കൂവണം. ചേട്ടനൊക്കെ എന്റെ കൂടി അങ്ങോട്ട് വെച്ചെന്താണ്? ഞാനല്ലേ ഇനി വെട്ടി പുറത്താക്കാൻ പോണത്. ഓടാൻ കൂടി പറ്റൂലട്ടോ. കൈയിട്ട് കഴിക്കല്ലേ, സ്പൂൺ എന്തിനാ വെച്ചേക്കണേ? ഞാൻ എന്റെ അമ്മോ എന്റെ കൂടി വെക്കും. ഏട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തൊട്ടുരുവിയൊന്നും അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടല്ലോ. ഇത് നാടകമല്ലേ, നാടകത്തിന് എന്ത് പോഷത്തിനാണ് ആ പെണ്ണ് പറയണത്? തൊട്ടുരുമി അഭിനയിക്കാണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സിനിമ നാടകം എല്ലാം ഉണ്ടാകണം? അത് അഭിനയിക്കണല്ലേ, പ്രൊഫഷണൽസ് ആണ്. അതാകുമ്പോ ചിലപ്പോ കെട്ടിപ്പിടിക്കേണ്ട സീനാണെങ്കിൽ കെട്ടിപ്പിടിക്കണ്ടേ? സ്മിതേ, ഇപ്പൊ ഞാനാണ് ഈ പോണെങ്കിൽ ആ കഥാപാത്രത്തെ ആവശ്യപ്പെടുന്ന പോലെ ചെയ്യണ്ടേ? ചേട്ടൻ പോവൂല. പോവില്ല. എന്താ മോൻ പോവൂല? അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസത്തിന്റെ അല്ല ഏട്ടാ. ചേട്ടൻ ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് പോയിട്ട് ചേട്ടൻ ഒരാളെ തർപ്പിച്ച് നോക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്കെന്നല്ല, എന്റെ പോലത്തെ സാധാരണ ഒരു ഭാര്യമാർക്കും അത് ഇഷ്ടപ്പെടില്ല ഏട്ടാ. അതിപ്പോ അങ്ങനെയാണ്. അത് കുറച്ചുകൂടി ഓപ്പൺ മൈൻഡ് ആയിരിക്കണ്ടേ? ഓക്കെ, ചേട്ടൻ എന്നെ വിടുവോ? ഞാനാണ് ഇങ്ങനെ പോയി കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെങ്കിൽ ചേട്ടൻ എന്നെ വിടുവോ? അതാണ്. ഹലോ ഹലോ ആശാനെ. എന്താടാ ആശാനെ, നമുക്ക് ഈ വീക്കെൻഡില് ബിരിയാണി വെച്ചാലോ ആശാനെ? ബിരിയാണിയാ? ബിരിയാണി വേണ്ട വേണ്ട വേണ്ട. എല്ലാ ദിവസവും ഇവിടെ എന്റെ വൈഫ് ബിരിയാണി വെച്ച് മടുത്തിട്ടില്ല. ഞാൻ എന്റെ ഭാര്യ വെക്കണ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ബിരിയാണിയുടെ കേസ് പറയണ്ട. നമുക്ക് പോട്ടലൊക്കെ വെച്ചാലടാ. ആ പോട്ടലൊക്കെ കലക്കും. പോട്ടലൊക്കെ നമുക്ക് രമേശന്റെ ഹോട്ടലിൽ പോയി കഴിച്ചാ പോരെ? നല്ല ടേസ്റ്റാന്നാ പറയണ ആശാനെ. നീ ഒന്ന് പോയേടാ ഒന്ന്. ഹോട്ടലൊക്കെ നമ്മുടെ രമേശന്റെ ഹോട്ടലിൽ ചെന്നിരുന്ന് കഴിക്കാണ്. എന്തും മണ്ടനാടിയ അവൻ. അത് എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താണെന്ന് വെച്ചില്ലേ, അവൻ എന്നെ പരിചയപ്പെട്ട അന്നോട്ട് എന്നെ ആശാന ആശാന എന്ന് വിളിക്കുന്നത്. എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, ചേട്ടനെ പരിചയപ്പെട്ടപ്പോ തന്നെ ആ മണ്ടന് മനസ്സിലായി ആ മണ്ടന്റെ ആശാനാണ് ചേട്ടൻ. എന്നിട്ട് ഈ മണ്ടന് മനസ്സിലായിട്ടില്ല. ഞാൻ മണ്ടനാണോ ഇല്ലെന്ന് ഇപ്പൊ ഈ കളി കഴിയുമ്പോ നീ അറിയും. എന്റെ കണ്ണീര് ഞാൻ നീ ചെസ് ബോർഡിൽ വീഴ്ത്തും. കളിക്കടി വെക്കടി. നിക്ക്. നീ ഏതാ ടീം ഏതാ? ഞാൻ ഒരു പാവം മലയാളിയാണ്. എന്നാ ഞാൻ കേരള ടീമാ. കേരള ടീം വെക്ക്. ഇന്നെടുക്കുവാണേ. ഇന്നെടുക്കുവാണേ. എന്റെ ഫ്രാങ്കോന്റെ കുതിരയാണ്. ചവിട്ടിക്കൂട്ടി കൂട്ടിക്കളി സൂക്ഷിക്കണം. അവിടെ അഴിമതിന്റെ രാഷ്ട്രീയക്കാരും കൂടി ആ തേരിൽ കയറി നിൽക്കണേട്ടാ. എന്നെ ഭിത്തിയിലൊട്ടിച്ചോളെ. എടി, ആ മന്ത്രിയും തന്ത്രിയും കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഭ്രാന്ത് പിടിച്ച് മതം പൊട്ടിക്കണ ആരെയാണ്? എന്നെ കുത്തി കൊന്നോളെ. അവിടെ പറ്റൂല. ചെക്ക് 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 ചെക്ക്. അപ്പൊ എനിക്കൊരു വഴിയും ഇല്ലേ? നീ പെരുവഴിയില. പെരുവഴിയിലേ നിനക്ക് കൂട്ട് ഹർത്താലുണ്ട്. അപ്പൊ എന്നെ രക്ഷിക്കാൻ ഒരു നല്ലവരും ഇല്ലേ ഇവിടെ? എടി, നല്ലവരെയൊക്കെ ഞാൻ ആദ്യം വെട്ടിക്കളത്തിന് പുറത്ത് നിർത്തിയേക്കണല്ലേ. എന്താടി കാണിച്ചത്? മനസ്സിലായില്ലേ? ഇതാണ് പ്രളയം. പറ്റുമെങ്കിൽ നീന്തി പോരും.